അതായത് ടീഷർട്ടും പാൻറ്റും ഇട്ടു മുടിയൊക്കെ കെട്ടി സെറ്റായി. ആൾക്ക് ഷൂ ഇല്ല. പുറത്ത് നോക്കിയിട്ട് ഷൂ ഇല്ലാലേ പറഞ്ഞിട്ട് ഇവിടെ റോഡ് പണി നടക്കുന്നത്. അപ്പോൾ അവിടെ പുറത്തൊക്കെ പൊടിയുണ്ടേ. അപ്പോൾ അതെൻ്റെ ഷൂവിലൊക്കെ പൊടിയുണ്ട്. അതാ പറയും എടാ അതൊക്കെ കളി. ചിങ്കിടൂ ഡ്രഷ് കാണിക്ക് നോക്കട്ടെ. ഫുള്ളായി കാണിക്കും. ഇങ്ങോട്ട് നിൽക്ക്. വാവ്, നമ്മളെവിടേക്ക് പോണ്? സുബിക്സിക്കാ? പിന്നെ വേറെ എവിടേക്കാ പോണ്? ആ വെള്ളത്തിൽ കളിക്ക. അതല്ല, വേറെ എവിടേക്കാ പോണ് ചിന്തുനെയും കൊണ്ട്? എവിടേക്കാ പോണ്? കാത് കുത്താനാ? പുലിയേ. അതെ ഗൈസ്, ഇന്ന് നമ്മൾ ചിന്തുനെയും കൊണ്ട് കാത് കുത്താൻ പോകുകയാണല്ലേ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ചിങ്കുടുവിന്റെ കുറച്ച് നേരത്തെയല്ലേ കുത്തിയത് ഇല്ലേ ബേബി? കാത് കുത്തണല്ലേ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നാണ് കാത് കുത്താൻ പോണത്. എന്താണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത്? അപ്പൊ ചിന്തുവിന് ഇതാ സമയം കിട്ടാൻ പറഞ്ഞാൽ വൈകിട്ടാണ് പോണത്. ഉച്ചയ്ക്ക് ഇന്ന് കാത് കുത്താൻ പോവാന്ന് പറഞ്ഞ സമയത്തുണ്ട്. ഇന്നലെ ഒടുക്കത്തത് ചിങ്കുടും ചിന്റും മൊത്തത്തിൽ അങ്ങോട്ട് കൊളാശായി. ഞങ്ങളൊക്കെ മാനസികമായിട്ട് അപ്പോൾ ചിന്നുവിന് മാറ്റാൻ വേണ്ടി ഡ്രസ്സൊക്കെ റെഡി ആക്കിയിട്ടിരിക്കേണ്ട. അപ്പം അമ്മ ഒന്ന് ഗ്യാപ്പ് തരുമോ? അപ്പം ഇനി ചിന്നുവിനെ കിടത്തിയിട്ട് ആൾ നല്ല ഉറക്കത്തിലാണ്. മെല്ലെ കിടത്തിയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്തായാലും നല്ല അലർച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്, എന്തായാലും ഷുവറാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടി ലേറ്റായിട്ട് കുത്തുന്ന സമയത്ത് പിടിച്ച് വലിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ കുറച്ച് നേരത്തെ കുത്തുന്നതാണ് കുറച്ച് ബെറ്റർ. ഓ ശരി, ഓക്കെ. പക്ഷെ ചിങ്കുടുവിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ലേറ്റ് തന്നെയാണ്. ആ ലേറ്റ് ആണ്. ഇപ്പം എന്താ 2 മാസം ആയില്ലല്ലേ? ഓ എന്താ സ്നേഹം ചിങ്കുടു, ചിങ്കുടു എന്താ സ്നേഹം, എന്താ സ്നേഹം, എന്താ തുകന്ന് കേൾക്കാൻ നല്ല രസം. എങ്ങനെ മുനാക്കിയാ കുട്ടി ക്യൂട്ട് ഗേൾ ആയി ബേബി. ഉറക്കത്തിൽ വെച്ചിട്ട് കുട്ടീനെ വിളിച്ച കുട്ടി മൈൻഡ് ചെയ്യോ? നല്ല ചിരിയും കാര്യങ്ങളൊക്കെ കണ്ടല്ലേ? അത് വിളിച്ച പിന്നെ ചിരിക്കും. ഉറക്കത്തിലാണെങ്കിലും ചിരിക്കുകയൊക്കെ ചെയ്യും. അത് ചിങ്ങടെ ചൂച്ചിണ്ടടാ. അവിടെ എടുത്ത് വയ്ക്കുന്നു. ഗൈസ് ഒരാൾ റെഡി ആയിതാ. ഡ്രസ് കറക്റ്റ് ആണല്ലേ? കറക്റ്റാണ്. ഞാൻ ഇത്തിരി ലൂസ് ആയിരിക്കും വിചാരിച്ചുട്ടാ. പക്ഷെ എത്ര പെട്ടെന്നാ ഈ കുട്ടികൾ എന്താണ് വലുതാവണല്ലേ. സത്യം. ഗൈസ് ഇനി ഒന്ന് മുടിയും ചെയ്യൂല. ആൾക്ക് ഉറങ്ങേണ്ട സമയം ഇത് കിട്ടാം. കാരണം ഇന്നലെ എത്ര 5:30 6 മണിക്കൊന്നും ഉറങ്ങിയത്. പുലർച്ചയ്ക്ക് വൈകിട്ടല്ല. അപ്പം ആ ഒരു ഇത് ഉണ്ടാവും. പോവാലിപ്പം ഞാൻ പോവാ. അല്ല കനപ്പാണ്. നല്ല പറഞ്ഞ നല്ല ചിങ്കുടിനെ വെച്ച് നല്ല. ഇനി ഞാൻ ഹാൻഡ് ഓവർ ചെയ്യണം അമ്മയ്ക്കിട്ടാ. അമ്മ പിടിച്ചോളി. നിങ്ങൾ ഇവിടെ ജ്വല്ലറി എത്തിയില്ലേ? ജ്വല്ലറിയിലൊന്നും ഒരു മനുഷ്യന്മാരെ കാണാനില്ല. റേറ്റ് അത്ര ആയതുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവും. ഇപ്പോൾ ആൾക്കാരൊന്നും വണ്ടികളില്ല. ഞങ്ങൾ ഇപ്പുറത്തുള്ള വണ്ടി മാത്രമേ ഉള്ളൂ അല്ലേ. അമ്മ ചിന്തുനെയും കൊണ്ട് നേരത്തെ അത് അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടാ. ഗൈസ് എൻ്റെ ചിന്റുകുട്ടിൻ്റെ റബ്ബർ ബാൻഡ് പൊട്ടിപ്പോയി. എന്താ വേണം പൊന്നുവിന്? പൊന്നുവിന് നാണം വന്നു. ഇവിടെ സ്നേഹപ്രകടനമാണ്. അത് വേറെ അല്ല. ഇവിടെ ഒരാൾ നല്ല ഉറക്കണം. അപ്പോൾ കുത്തുമ്പോൾ എന്താണ് ആ അവസ്ഥ? ഞങ്ങൾക്ക് ചിങ്കുടുവിൻ്റെ ജ്ഞാപകமாக വരുത്. ഞാൻ ഇരുന്നത് കഴിഞ്ഞതില് എനിക്ക് കുറേ ബാഡ് കമന്റ് ആയിരുന്നല്ലോ. എന്തിനായിരുന്നത്? കാതുകുത്തുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കണോന്ന് പറഞ്ഞിട്ട്. ഓ അതുകൊണ്ടല്ലേ ഇപ്പോഴും അത് കാണാൻ പറ്റുന്നത്. പക്ഷെ സഹിക്കേണ്ടത് കുട്ടി വിട്ടില്ലേ? തീർച്ചയായും. മായ്ച്ചു അതൊന്ന്
എന്താണ് ഉള്ളിൽ ആളുണ്ടാവോ ഫീഡ് ചെയ്യാൻ അവിടെയാ ഇല്ലടാ പോട്ടെ. സങ്കടം വരും. ഗൈസ് അങ്ങനെ കമ്മല് കുത്തൽ കഴിഞ്ഞു, അല്ല കാത് കുത്തൽ കഴിഞ്ഞു ഗൈസ്. നോക്കുക സങ്കടം വന്നിട്ട് ചിരിച്ചാ ചിൻഡോ ചിൻഡിക്കുട്ടിയേ ഇത് വിളിക്കുന്നതാ. ചിരിക്കുന്നു ഗൈസ് കമ്മല് കുത്തി കഴിഞ്ഞിട്ട്. ഗൈസ് അവിടെ നിന്നൊക്കെ ഇറങ്ങി അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ചിങ്ങുവിന് കുറേ ദിവസമായിട്ട് സുബിക്സി പോകണം പറഞ്ഞിട്ട്. അപ്പോൾ സുബിക്സിക്ക് കൊണ്ടുവന്നാ കേട്ടാ. അപ്പോൾ ആവശ്യമായിട്ട് ചിൻഡുവിന് ഫീഡ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇന്ന് ഉള്ളിൽ പോയിട്ട് ചിങ്കുടുവിനൊന്നും മൈൻഡൊന്നും ഫ്രീ ആക്കട്ടെ. കുറേ ദിവസമായിട്ട് ആളൊന്നും പുറത്തിറങ്ങേണ്ടി വിചാരിക്കും, നടക്കണില്ല. ചിങ്കുടോ ഇവിടെ എവിടേക്ക് പോണ്ടി? അവിടെ എന്താണ് താറാവുണ്ടാ? ഇരിക്കണ കമ്മ പറ്റട്ടാ.